ഹലോ. ഇത് ഞങ്ങളുടെ നാട്ടിലെ കൊഴുക്കട്ടയാണ് കേട്ടോ. സാധാരണ കൊഴുക്കട്ട ഉണ്ടാക്കാറ് തേങ്ങയും പഞ്ചസാരയും അല്ലെങ്കിൽ തേങ്ങയും ശർക്കരയും ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടാണല്ലോ. ഇത് തേങ്ങ മാത്രമേ ഇട്ടിട്ടുള്ളൂ. കറിയും കൂട്ടി കഴിക്കാനുള്ള ഒരു പലഹാരമാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ഗ്ലാസ് വെള്ളരി എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ചോറ് വയ്ക്കുന്ന വെള്ളരി. ബ്രൗൺ റൈസ് ആണെങ്കിലും ഇതേപോലെ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ വെള്ളരിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ചോറൊക്കെ വെക്കാൻ യൂസ് ചെയ്യുന്ന അരി ഉണ്ടല്ലോ, അത്. അപ്പോൾ അതൊരു 3 ഗ്ലാസ് എടുത്തതിന് ശേഷം നന്നായി കഴുകിയിട്ട് ഒരു 6 to 7 മണിക്കൂർ കുതിരാനായി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതിപ്പോൾ 6 മണിക്കൂറൊക്കെ കഴിഞ്ഞു. നന്നായി കുതിർന്ന് അരിയൊക്കെ പാത്രം നിറയെ ആയിട്ടുണ്ട്. ഇനി ഒരു 2-3 വെള്ളത്തിൽ കൂടി ഒന്ന് കഴുകിയതിന് ശേഷം നമ്മൾക്കിതിൻ്റെ വെള്ളമൊക്കെ ആറാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റി വയ്ക്കുക കേട്ടോ. എന്തെങ്കിലും ഒരു ഹോളുള്ള ഒരു പാത്രത്തിലേക്ക് വെള്ളം മാറ്റിക്കളഞ്ഞിട്ട് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ താഴെ ഒരു പാത്രം വയ്ക്കുമ്പോൾ വെള്ളമൊക്കെ അതിലേക്ക് ഊറിപ്പോയിക്കോളുമല്ലോ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ മാറ്റി വയ്ക്കുക. അപ്പോഴത്തേക്ക് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ. ഇനി നമ്മൾക്കിതിലേക്ക് 1 കപ്പ് സാധാരണ ചോറ്, വെള്ളയാണെങ്കിലും ബ്രൗൺ റൈസ് ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ 1 കപ്പ് തേങ്ങ ചിരവിയത്. ഞാൻ 1 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്, ചെറിയ 1 മുറി തേങ്ങ. വെള്ളമൊക്കെ പോയി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പോൾ അരിപ്പൊടി പോലെ നല്ലോണം പൊടിയേണ്ട ആവശ്യമില്ല. നമ്മളൊരു പുട്ടുപൊടിയുടെ ആ ഒരു ടെക്സ്ചറിൽ പൊടിച്ചെടുക്കണം കേട്ടോ. നന്നായി ഒന്ന് ക്രഷായി വരണം. കണ്ടില്ലേ, ഈ ഒരു തരിതരിപ്പോട് കൂടി എടുക്കണം. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഒരു തരിതരിപ്പ് വേണം. അങ്ങനെ പൊടിച്ചെടുക്കാം. വെള്ളമൊന്നും കൂട്ടിയിട്ടില്ല. സാധാരണ പുട്ടുപൊടി നനച്ച പോലെ ഉണ്ടാവും കേട്ടോ നമ്മളിപ്പോൾ പൊടിച്ചെടുക്കുമ്പോഴത്തേക്ക്. കാരണം ഡ്രൈ ആകാൻ വേണ്ടി അരി വെയിലത്തൊന്നും വെച്ചിട്ടില്ലല്ലോ നമ്മൾ. അപ്പം ഞാൻ ബാക്കിയുള്ള അരിയും കൂടി അതേപോലെ പൊടിച്ചെടുത്തു. ഇനി നമുക്ക് ആ 1 കപ്പ് ചോറ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം അത് നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായി ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാനാണ് ഈ റൈസ്. അപ്പോൾ നല്ല സോഫ്റ്റായി വരും കൊഴുക്കട്ട. ഇനി അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചോറുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ സൈഡിലോട്ടും ആ അരിയുടെ വെള്ളമൊക്കെ കൊണ്ട് നന്നായി കുഴച്ചെടുക്കണേ. ഇത് നമ്മൾക്ക് ഉരുട്ടിയെടുക്കാനാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ഉണ്ട എന്നാണ് പറയുക കേട്ടോ. അരിയുണ്ട, അരി കൊണ്ട് ഉണ്ടാക്കുന്ന അരിയുണ്ട. അപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് തേങ്ങയും കൂടി ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. എല്ലാ സൈഡിലേക്കും ആ തേങ്ങയും ചോറും ഒക്കെ മിക്സായി നന്നായി കുഴച്ചെടുക്കാം. അത് ലൂസാകാൻ പാടില്ല കേട്ടോ. തേങ്ങയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഉരുട്ടിയെടുക്കാം. കണ്ടില്ലേ, നന്നായി ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇതാ ഈ ഒരു വലിപ്പത്തിൽ നമ്മൾക്ക് എല്ലാ മാവും ഇതേപോലെ ഉരുട്ടിയെടുക്കണം കേട്ടോ. നമ്മളുടെ കൈപ്പത്തിയിൽ എത്രയാണോ കൊള്ളുന്നത് അതുപോലെ, നല്ലോണം വലുതാകേണ്ട ആവശ്യമില്ല. ഈ ഒരു വലിപ്പത്തിൽ മതി കേട്ടോ. സാധാരണ നമ്മൾ അരിയുണ്ടൊക്കെ ഉണ്ടാക്കാറില്ലേ, അരിയൊക്കെ പൊടിച്ചുണ്ടാക്കുന്ന അരിയുണ്ട, ആ ഒരു വലിപ്പം മതി. അങ്ങനെ എല്ലാതും ഇതേപോലെ ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് സാമ്പാർ, കടലക്കറി, പിന്നെ ചിക്കൻ കറി, മീൻ കറി, ഈവൻ ചമ്മന്തിയുടെ കൂടെയും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഓയിലൊന്നും ഇല്ലാത്തൊരു പലഹാരമല്ലേ. അപ്പം എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. അപ്പം ഞാൻ എല്ലാതും ഇതേപോലെ ഉരുട്ടിയെടുക്കുക കേട്ടോ. ഇനി നമ്മളിത് ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുക. അപ്പോൾ കുറച്ചധികം മാവുണ്ട്. ഞങ്ങൾക്കിത് വൈകുന്നേരത്തേക്കും രാവിലേക്കും മതിയാവും കേട്ടോ. ഇത് മോശമാവുമൊന്നുമില്ല. നമ്മളിങ്ങനെ ഉരുട്ടി വെച്ചാൽ 2 ദിവസം വരെ ഒന്നും ആവില്ല കേട്ടോ. സ്റ്റീം ചെയ്തെടുക്കുകയല്ലേ. അപ്പം ഞാനിവിടെ ഇഡ്ഡലി പാത്രം എടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഈ ഓരോ ഉരുളിയും അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം ഇതിൽ 6 ആണെങ്കിൽ 6 അല്ല, അതിൻ്റെ മേലെ മേലെ വെച്ച് മൊത്തത്തിൽ
ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് ആവി കയറ്റിയെടുക്കുകയാണ് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും കൂടി ഇടണം കേട്ടോ. അപ്പോൾ മൊത്തം ഒരു 25 മിനിറ്റ് ഇത് ആവി കയറ്റണം. നന്നായി വെന്ത് വരണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നന്നായി ഒന്ന് വെന്ത് വരട്ടെ. നമുക്ക് ആ സമയത്ത് 15 മിനിറ്റ് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് വയ്ക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ 20-25 മിനിറ്റായി. ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ എല്ലാതും വെന്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ കണ്ടില്ലേ, തൊട്ട് നോക്കുമ്പോൾ അറിയാം, ഒട്ടി പിടിക്കുകയൊന്നുമില്ല കേട്ടോ. കൂടുതലായിട്ടൊന്നും കട്ട് ചെയ്ത് നോക്കുമ്പോൾ നന്നായി വെന്തതായിട്ട് കാണും നമുക്ക്. 20 മിനിറ്റിൽ തന്നെ നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളി മണമാണ് കേട്ടോ. തേങ്ങയും അരിയും ഒക്കെ കൂടി നല്ല സ്മെല്ല് വരുന്നുണ്ട്. ആവിയൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഇതുപോലത്തെ പലഹാരം ഉണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ഇതിന് പറയാമെന്നും കൂടി ഒന്ന് പറയണം. ഇനിയിപ്പോൾ ഞാനിത് സെർവ് ചെയ്യാണ് കേട്ടോ. ഇവിടെ അയിലക്കറിയുണ്ട്, മീൻകറിയുണ്ട്. മീൻകറിയുടെ കൂടിയാണ് ഞാനിന്ന് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ 2 ഉണ്ട എടുത്തു. ഇനി കുറച്ച് മീൻകറിയും കൂടി ഇട്ടതിന് ശേഷം നന്നായി കുഴച്ചങ്ങ് കഴിക്കാം. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു പലഹാരമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോ. കൊഴുക്കട്ട അരിയും തേങ്ങയും മാത്രം യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന കൊഴുക്കട്ട, കറിയും കൂട്ടി കഴിക്കാനുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് പറയണേ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഇതിപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കണ്ടില്ല, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കറിയും കൂട്ടി ഒരു പിടി പിടിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഞാനിന്ന് ഉണ്ടാക്കിയപ്പോൾ ഒന്ന് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനിത് കഴിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.